ഈശോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മളെ വീണ്ടും ഡിവൈൻ ബ്ലെസ്സിങ് എന്ന ഈ ശുശ്രൂഷയിലേക്ക് വിളിച്ച് അനുഗ്രഹിക്കുകയാണ്. ഡിവൈൻ ധ്യാനകേന്ദ്രം പ്രത്യേകമായി കർത്താവ് അനുഗ്രഹിച്ച് നൽകിയ വലിയൊരു അഭിഷേകത്തിൻ്റെ സ്ഥലമാണ്. ഇവിടെ കടന്നു വരുന്ന ഓരോരുത്തരിലേക്കും അനേക അനുഗ്രഹങ്ങൾ വർഷിച്ചുകൊണ്ട് ഈശോ ഓരോരുത്തരെയും പ്രത്യേകമായി സ്നേഹിക്കുന്നുണ്ട്. ഈ ആഴ്ച ഈ ധ്യാനത്തിന് കടന്നു വന്നിരിക്കുന്ന എല്ലാവരിലും വലിയ ദൈവകൃപകൾ നിറച്ച് അവരെ എല്ലാവരെയും കർത്താവ് സ്നേഹിക്കുന്നു എന്നൊരു സത്യമാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പരിശുദ്ധ ഗ്രന്ഥത്തിൽ നിയമാവർത്തന പുസ്തകം 6-ാം അധ്യായം 5-ാം തിരുവചനം, നിയമാവർത്തനം 6:5, നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ഹൃദയത്തോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണ ശക്തിയോടും കൂടെ സ്നേഹിക്കണം. നിങ്ങളുടെ ദൈവമായ കർത്താവിനെ പൂർണ്ണ ആത്മാവോടും പൂർണ്ണ മനസ്സോടും പൂർണ്ണ ശക്തിയോടും കൂടി നിങ്ങൾ സ്നേഹിക്കണം, ആരാധിക്കണം. കർത്താവിനെ ആരാധിക്കുക, പൂർണ്ണതയിൽ ദൈവാരാധന നടത്തുക. നമ്മുടെ ആരാധനകൾ പൂർണ്ണമാകണമെന്ന് കർത്താവ് ആഗ്രഹിക്കുന്നുണ്ട്. മനസ്സിൻ്റെ പൂർണ്ണതയാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പൂർണ്ണമായ മനസ്സോടെ നാം അർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, പൂർണ്ണമായ മനസ്സോടെ നാം അർപ്പിക്കുന്ന ആ യാഗങ്ങൾ, പൂർണ്ണമായ മനസ്സോടെ നാം കർത്താവിന് നൽകുന്നതെല്ലാം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ സ്വർഗത്തിൽ നിന്ന് ഇറക്കുന്നതാണ്. അപ്പോൾ പൂർണ്ണതയിൽ കർത്താവിനെ സ്നേഹിക്കാൻ, പൂർണ്ണതയിൽ അവിടുത്തെ വചനത്തെ സ്വീകരിക്കുവാൻ കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ നമ്മൾ ശ്രവിക്കുന്ന വചനമെല്ലാം നമ്മുടെ ജീവിതങ്ങളെ ഉജ്ജ്വലിപ്പിക്കട്ടെ, ദൈവസ്നേഹത്തിൽ നമ്മെ വളർത്തട്ടെ. നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര, ആമേൻ. കരുണ നമ്മുടെ ഇരു കരങ്ങളെ ശിരസിൽ കമത്തി വയ്ക്കട്ടെ. ഇരു കരങ്ങളും ശിരസിൽ കമത്തി വയ്ക്കുന്നു. ഓരോ വ്യക്തി മനസ്സിൽ കാണുന്നു കാൽവരി കുരിശിൽ കിടക്കുന്ന ഈശോ. ഓരോ വ്യക്തി മനസ്സിൽ കാണട്ടെ. ഈശോയുടെ രക്തത്താൽ ഈശോ നിന്നെ കഴുകുന്നതായിട്ട് കാണുക. വചനം നമ്മെ ഇപ്രകാരം ഓർപ്പിക്കുന്നു, യേശുവിൻ്റെ രക്തം എല്ലാ അശുദ്ധിയിൽ നിന്നും നമ്മെ ശുദ്ധീകരിക്കുന്നു. ഈ രംഗം മനസ്സിൽ കണ്ട് എല്ലാവരും ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോയെ, ഗാഗുൽത്തായി ചിന്തിയ രക്തത്താൽ എന്നെ, എൻ്റെ പാപത്തെ എല്ലാം കഴുകി ശുദ്ധീകരിക്കണമേ. ഓരോ വ്യക്തിക്കും അവരവരുടെ ജീവിതത്തെ സംരക്ഷിക്കുവാനുള്ള നൈസർഗികമായ കഴിവുണ്ടായി. അപ്പം അതുകൊണ്ട് നീ 100 വട്ടം ചിന്തിക്കണം, എൻ്റെ ജീവിതം ഈ വ്യക്തിയുടെ കയ്യിൽ ഭദ്രമാണോ? അതുകൊണ്ടാണ് നൂറ്റാണ്ടുകളുടെ സംസ്കാരത്തിലൂടെ സമൂഹം ഒരു കാര്യം പഠിപ്പിക്കുന്നത്. വിവാഹത്തിന് മുമ്പ് ഒരിക്കലും സെക്സ് പങ്കുവയ്ക്കാൻ പാടില്ല. വിവാഹമാകട്ടെ സമൂഹമറിഞ്ഞ്, സമുദായമറിഞ്ഞ്, ഗവൺമെൻറ് അറിഞ്ഞ് നിയമപരമായ ബാധ്യത ഉൾച്ചേർന്നിരിക്കുന്ന ഒന്നാണ്.
ഹല്ലേലൂയ. കാരണം ഒരു വ്യക്തി തന്നെ ജീവിതം മറ്റേയാൾക്ക് പങ്കുവയ്ക്കുകയാണ്. അത് വലിയ ഒരു ഉത്തരവാദിത്വമാണ്. പ്രൈസ് ദി ലോർഡ്. എന്നാൽ ഇന്ന് യൂട്യൂബിലൂടെയൊക്കെ ചിലർ പഠിപ്പിച്ചു വിടുന്നത് അവർക്ക് വ്യക്തിയെ വേണ്ട, അല്പസമയത്ത് സെക്സ് തരുന്ന സന്തോഷം മാത്രം മതി, വ്യക്തിയെ വേണ്ട. ആ വ്യക്തിയുടെ ജീവിതം ഏറ്റെടുക്കാനോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാനോ ഒന്നും തയ്യാറില്ല. അല്പസമയത്ത് ലൈംഗികമായ സന്തോഷം മാത്രം മതി. ഇതാണ് ഇന്ന് പലരും പഠിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരു ചോദ്യം ഉയരുന്നത്, അങ്ങനെ നിന്റെ സെക്സിനെയും നിന്റെ ജീവിതത്തെയും വേർതിരിക്കാൻ പറ്റുമോ? സെക്സ് പങ്കുവയ്ക്കുക എന്ന് പറഞ്ഞാൽ നിന്റെ ജീവിതം നീ വേറൊരാളുടെ കയ്യിൽ കൊടുക്കുകയാണ്. അത് വലിയൊരു ഉത്തരവാദിത്വമാണ്, വലിയ റെസ്പോൺസിബിലിറ്റിയാണ്. എന്നാൽ യൂട്യൂബിലൂടെ ചിലർ പഠിപ്പിച്ചു വിടുന്നത് നിന്നെയോ നിന്റെ ജീവിതമൊന്നും ഇവിടെ വേണ്ട, അല്പസമയം സെക്സ് തരുന്ന സന്തോഷം മാത്രം മതി. ഹല്ലേലൂയ. വചനം നമ്മൾ പറഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഹല്ലേലൂയ. യോഹന്നാന്റെ 6:63 ഈശോ പറയാണ്, ഞാൻ നിങ്ങളോട് പറഞ്ഞ വചനം ആത്മാവാണ്, ആത്മാവും ജീവനുമാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ എഴുന്നള്ളി വരും. ജീവൻ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും രോഗശാന്തി കിട്ടും. വചനം പറയുമ്പോൾ, വചനം ഏറ്റുപറയുമ്പോൾ, വചനം പ്രഘോഷിക്കുമ്പോൾ, അതുപോലെ തന്നെ സാക്ഷ്യം പറയുമ്പോഴും പരിശുദ്ധാത്മാവ് നമ്മുടെ മേൽ വരും. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഇങ്ങനെ ഒരു വചനം എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഈശോ പറയാണ്, എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ നിലത്തെയോ വസ്തുക്കളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 മടങ്ങായി ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും സഹനങ്ങളും, അതോടൊപ്പം നിത്യജീവനും ലഭിക്കും. ആ വചനം ധ്യാനിപ്പിച്ച് അച്ഛൻ പറഞ്ഞപ്പോൾ അത് എൻ്റെ മനസ്സിൽ പതിഞ്ഞു. ഈശോ പറയാണ്, എന്നെ പ്രതി അപ്പനെയോ അമ്മയെയോ നിലത്തെയോ വസ്തുക്കളെയോ ഉപേക്ഷിക്കുന്നവന് ഈ ലോകത്തിൽ 100 മടങ്ങായി ലഭിക്കും. അതോടൊപ്പം പീഡനങ്ങളും സഹനങ്ങളും ഉണ്ടാവും. വരുവാനിരിക്കുന്ന ലോകത്ത് നിത്യജീവനും ലഭിക്കും. ഹല്ലേലൂയ. എൻ്റെ പേര് ജ്യോതി, ഇതെൻ്റെ അമ്മ ഫെൽസി. ഞാൻ അമേരിക്കയിൽ നിന്ന് അവധിക്ക് വന്നതാണ്. അപ്പോൾ ഗുഡ്നസ് TV കണ്ടു. അപ്പോൾ ഡിവൈൻ സെൻറ്ററിൽ നടക്കുന്ന ധ്യാനം അതിൽ പ്രക്ഷേപണം ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അത് കണ്ടപ്പോൾ അമ്മയും കൂട്ടി ഡിവൈൻ സെൻറ്ററിൽ ധ്യാനത്തിന് വരണമെന്ന് തോന്നി. അങ്ങനെയാണ് ഞങ്ങൾ ഈ ആഴ്ച ധ്യാനത്തിനെത്തിയത്. വളരെ നല്ല അനുഭവമായിരുന്നു. എല്ലാ കുമ്പസാരം, കൗൺസിലിങ്, അത് കഴിഞ്ഞ് ആന്തരിക സൗഖ്യ പ്രാർത്ഥന, പരിശുദ്ധാത്മാവിനോടുള്ള പ്രാർത്ഥന എല്ലാം വളരെ ഒരു പുതിയ ഉണർവ് തന്നു. ദൈവത്തിന് നന്ദി. ഈ നിറഞ്ഞുകൊണ്ടിരിക്കുന്ന സ്നേഹം അനുഭവിച്ചാലേ ജീവിതത്തിൽ സന്തോഷം ഉണ്ടാവുള്ളൂ. അതാ കർത്താവിൻ്റെ വചനം പറയുന്നത്, നിങ്ങളെപ്പോഴും സന്തോഷിക്കുവിൻ. ഹല്ലേലൂയ. അങ്ങനെ സ്നേഹം തരുന്ന കർത്താവിൻ്റെ സ്നേഹം എത്രയോ വലുതാണെന്ന് 34 സങ്കീർത്തനം 8 തിരുവചനം. സങ്കീർത്തനം 34:8. സങ്കീർത്തകൻ ഈ സ്നേഹം അനുഭവിച്ചിട്ട് നമ്മൾ ഓരോരുത്തരും അനുഭവിക്കുന്നതിന് വേണ്ടി പറയാണ്, കർത്താവ് എത്രയോ നല്ലവനാണെന്ന്. അതായത് നിന്റെ അപ്പനും അമ്മയും നിന്റെ ജീവിത പങ്കാളിയും മക്കളും തരാത്ത സ്നേഹം എപ്പോഴെല്ലാമാണ് നിനക്ക് വേണ്ടത്, അപ്പോഴെല്ലാം തരുന്ന ആ കർത്താവ് എത്രയോ നല്ലവനാണെന്ന് നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. നിങ്ങൾ തന്നെ രുചിച്ചറിയുവിൻ. ഈ രുചിച്ചറിയുന്ന സ്നേഹം അത് എൻ്റെ അപ്പനും അമ്മയിൽ നിന്നും ആഗ്രഹിച്ചിട്ട് കിട്ടാതെ പോയത് മുഴുവൻ തരുന്ന സ്നേഹമാണെന്ന് ഞാൻ തിരിച്ചറിഞ്ഞ് സ്വീകരിക്കുമ്പോഴാണ് പ്രിയപ്പെട്ടവരെ എൻ്റെ നിങ്ങളുടെ മനസ്സ് സന്തോഷം കൊണ്ട് നിറയുന്നത്. ഇനി ശ്രദ്ധിച്ച്, ഈ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞാൽ ദുഃഖം മാറും. ഈ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞാൽ വേദന മാറും.
ഈ സ്നേഹം കൊണ്ട് എൻ്റെ മനസ്സ് നിറഞ്ഞാൽ എൻ്റെ മനസ്സിൻ്റെ മുറിവുകൾ സുഖപ്പെടും, രോഗങ്ങൾ മാറും, പാപത്ത് ഉപേക്ഷിക്കാൻ പറ്റും, ദുശീലത്ത് ഉപേക്ഷിക്കാൻ പറ്റും. എനിക്ക് എന്നും സത്യത്തിലും സ്നേഹത്തിലും നന്മയിലും പുണ്യത്തിലും നിലനിന്ന് വളരാനായിട്ട് സാധിക്കും. എൻ്റെ പേര് സ്വർഗ. ഞാൻ തൃശ്ശൂരിൽ നിന്നാണ് വരുന്നത്, ഗുരുവായൂർ. ഈ ധ്യാനത്തിന് വന്ന സമയത്ത് ഞാൻ ഭയങ്കര കുറച്ച് വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇവിടുത്തെ കൗൺസിലിങ്ങും കുമ്പസാരമൊക്കെ കഴിഞ്ഞപ്പോൾ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇതുവരെ കിട്ടാത്തൊരു സമാധാനവും സന്തോഷമൊക്കെ ഉണ്ടായിരുന്നു. ഇതാണ് എൻ്റെ ഇവിടുത്തെ എക്സ്പീരിയൻസ്. ഒരു ക്രിസ്ത്യാനിക്ക് ഉണ്ടായിരിക്കേണ്ട അവബോധം ഇതാ: എൻ്റെ അപ്പൻ എൻ്റെ കൂടെയുണ്ട്. ഈ ബോധമില്ലാത്തൊരു കൂട്ടരായിപ്പോയി നമ്മൾ. നമുക്ക് വേണ്ട ഒരു ഉറപ്പാ പറയുള്ളവരെ, നമ്മുടെ അപ്പൻ കർത്താവായ യേശു മിശിഹ മരിക്കാൻ നേരത്ത് നമുക്ക് തന്ന സമ്മാനമാണ് പരിശുദ്ധ കുർബാന. ആണോ? നമ്മുടെ അപ്പൻ മരിക്കാൻ നേരത്ത് നമുക്ക് തന്ന സമ്മാനമാണ് തൻ്റെ ശരീരവും രക്തവും പരിശുദ്ധ കുർബാനയായിട്ട്. അന്ന് മുതൽ ഈ പരിശുദ്ധ കുർബാനയായിട്ട് നമ്മൾ നടക്കണേ. എന്ന് വരെയാണെന്നറിയാമോ? എന്ന് വരെ ഉണ്ടെന്നറിയാമോ? ഇത് ക്രിസ്തുവിൻ്റെ രണ്ടാമത്തെ ആഗമനം വരെ നമുക്ക് കൂട്ടും ബലവും ശക്തിയായിട്ട് നമ്മുടെ കൂടെ ഈ പരിശുദ്ധ കുർബാനയുണ്ട്. ക്രിസ്ത്യാനിക്ക് ഇല്ലാണ്ട് പോയൊരു ബോധ്യം, നമ്മുടെ അപ്പൻ നമ്മുടെ കൂടെ ഉണ്ടെന്നുള്ളൊരു ബലം. ഒന്ന് കരം പിടിച്ച് ദൈവത്തിന് നന്ദി പറഞ്ഞേ. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയമുള്ളവരെ, നമുക്കെല്ലാവർക്കും നമ്മുടെ ബുദ്ധിയുടെ തലത്തിൽ കുറേ ഉണ്ട്. നമ്മളെത്രയോ ധ്യാനം കൂടി, എത്രയോ കൺവെൻഷന് പോയി, എത്രയോ പ്രാർത്ഥനകൾ നടത്തി, എല്ലാ ദിവസവും കുർബാന അർപ്പിക്കുന്നവരുണ്ട്, എല്ലാ ദിവസവും കുടുംബപ്രാർത്ഥന എല്ലുന്നവരുണ്ട്, ബൈബിൾ വായിക്കുന്നവരുണ്ട്. പക്ഷെ നമ്മുടെ കുഴപ്പമെന്ന് പറയുമ്പോൾ എല്ലാം തലയിൽ നിൽക്കുക. എല്ലാം അറിയാം നമുക്ക്, ഇതെല്ലാം തലയില. പക്ഷേ ഉള്ളിൻ്റെ ഉള്ളില് ഇതൊരു ശക്തിയായിട്ട് ബലമായിട്ട് നിറയാത്തിടത്തോളം കാലം പ്രിയമുള്ളവരെ, ഒരു ക്രിസ്ത്യാനി എന്ന രീതിയിൽ നമുക്ക് ധൈര്യം ബലമൊന്നും കിട്ടണമെന്ന് ഒരു നിർബന്ധവും ഇല്ല. വ്രതകരം മേടിച്ച് ഒന്ന് പറയാമോ? ഹല്ലേലൂയാ. എൻ്റെ പേര് സനീബ്, ഇതെൻ്റെ വൈഫ് അനില. ഞങ്ങൾ ഇടുക്കി ജില്ലയിലെ നെടുങ്കണ്ട എന്ന സ്ഥലത്തുനിന്ന് വരുന്നു. അപ്പോൾ ഞങ്ങൾ ഈ ധ്യാനകേന്ദ്രത്തിൽ വരാനുള്ള മെയിൻ കാരണം എന്ന് പറയുന്നത്, ഞാനും എൻ്റെ വൈഫും പുതിയൊരു ജോലിക്കായിട്ട് ഒരു വിദേശ രാജ്യത്തേക്ക് പോകാൻ വേണ്ടി ഒരുങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഞങ്ങളുടെ മാതാപിതാക്കൾ പറഞ്ഞത്, നല്ലൊരു ധ്യാനം കൂടി ഒരുങ്ങി മുന്നോട്ടുള്ള ജീവിതത്തിൽ പോകാൻ. അപ്പോൾ ഞങ്ങളിവിടെ വന്നു. എൻ്റെ ഒരു അഭിപ്രായം പറയുകയാണെങ്കിൽ, എൻ്റെ വ്യക്തിപരമായ രീതിയിൽ ഞാൻ ഇവിടെ വന്ന സമയത്ത്, ആദ്യത്തെ കുർബാന തുടങ്ങിയ സമയത്ത് ഞായറാഴ്ച വന്നു. അപ്പോൾ കുർബാനയൊക്കെ ഭയങ്കര മടുപ്പായിരുന്നു. അപ്പോൾ എൻ്റെ ഒരു തടസ്സം പോലെ ഫീൽ ചെയ്തു. പക്ഷേ ആരാധനയൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ പറയുക, നമ്മൾ കുറച്ചും കൂടെ ദൈവത്തിലേക്ക് അടുക്കുന്ന പോലത്തെ ഒരു എന്താ പറയുക, ഒരു ഫീല് എല്ലാ കാര്യങ്ങളും വരുന്നുണ്ടായിരുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ എന്തായാലും ധ്യാനം ഇന്ന് തീരാൻ പോവാണ്. അപ്പം വചനപ്രഘോഷമൊക്കെ കേട്ടു, ഇപ്പോൾ നല്ല ഹാപ്പിയാണ്. അപ്പം എന്താ പറയുക, മുന്നോട്ടുള്ള ജീവിതത്തിൽ ഈശോ ഞങ്ങൾ അനുഗ്രഹിക്കുന്ന ഞങ്ങൾ വിശ്വസിക്കുന്നു. സുഭാഷിതങ്ങൾ പുസ്തകം 19 അധ്യായം 17 ദരിദ്രരോട് ദയ കാണിക്കുന്നവൻ കർത്താവിനാണ് കടം കൊടുക്കുന്നത്, അവിടുന്ന് ആ കടം വീട്ടും.
ഈശോയാൽ സ്നേഹിക്കപ്പെടുന്ന സഹോദരങ്ങളെ, നമുക്കെല്ലാവർക്കും വളരെ പ്രചോദനം തരുന്ന ഒരു വചനമാണ് ഇപ്പോൾ നമ്മൾ ശ്രവിച്ചത്. ദരിദ്രരോട് ദയ കാണിക്കുന്ന വ്യക്തി അത് ദൈവത്തിന് കൊടുക്കുന്ന ഒരു കടമാണെന്നാണ് വചനം നമ്മെ അനുസ്മരിപ്പിക്കുക. ദൈവത്തിന് കൊടുക്കുന്ന കടം അത് ദൈവം തന്നെ നമുക്ക് വീട്ടിത്തരും എന്നുള്ള വലിയ ആശ്വാസദായകമായ ഒരു ചിന്ത ഈ വചനത്തിലൂടെ നമുക്ക് ലഭ്യമാകുകയാണ്. മറ്റുള്ളവർക്ക് ദാനം ചെയ്യുമ്പോൾ ചിലപ്പോൾ നമ്മൾ വിചാരിക്കാം, എൻ്റെ പണത്തിൽ അത് കുറവ് വരും, ആരെ എനിക്ക് അത് നിവർത്തി തരുമെന്ന് ചിന്തിക്കാൻ സാധ്യതയുണ്ട്. പക്ഷേ വചനം നമ്മെ അനുസ്മരിപ്പിക്കുകയാണ്, നീ മറ്റുള്ളവർക്ക്, പ്രത്യേകിച്ച് ദരിദ്രരായവർക്ക് കടം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അവരെ സഹായിക്കുമ്പോൾ നീ ദൈവത്തിന് തന്നെയാണ് കടം കൊടുക്കുന്നത്. അതുകൊണ്ട് ദൈവം നിനക്ക് അത് വീട്ടിത്തരും. ഒരുപക്ഷെ ഇരട്ടിയായിട്ടും നിൻ്റെ ജീവിതത്തിലേക്ക് ദൈവം തരും. ഈ ചിന്തയാൽ പ്രേരിതമായിട്ട് നമുക്ക് ജീവിക്കാൻ സാധിക്കട്ടെ. ദൈവം തൻ്റെ പ്രിയമകനെ നമുക്കായിട്ട് വിട്ടുതന്ന് നമ്മെ സ്നേഹിച്ചുവെങ്കിൽ നമ്മളെയും നമ്മുടെ ജീവിതത്തിലുള്ളവയെയും നമുക്ക് വേണ്ടി മാത്രം പിടിച്ചു വെച്ച് അനുഭവിക്കാതെ മറ്റുള്ളവർക്കായി പങ്കുവെച്ച് കൊടുക്കുമ്പോൾ നാം ദൈവത്തിൻ്റെ യഥാർത്ഥ മക്കളായിട്ട് രൂപപ്പെടുന്നു. അത്തരത്തിലുള്ളൊരു അനുഭവത്തിലേക്ക് നിങ്ങൾക്ക് പ്രവേശിക്കുവാൻ സാധിക്കട്ടെ. ദൈവം അനുഗ്രഹിക്കട്ടെ. എൻ്റെ പേര് ദീപ. ഞാൻ വരുന്നത് എറണാകുളത്ത് നിന്ന്. എനിക്കിവിടെ വന്ന് ഞാൻ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഒരു ധ്യാനം കൂടുന്നത്. വന്നത് ഏറ്റവും നല്ലൊരു ധ്യാനം കൂടാൻ പറ്റിയ സ്ഥലത്ത് തന്നെയാണ് വന്നതെന്ന്. എൻ്റെ യേശുവിൻ്റെ വളരെയധികം എനിക്ക് സമാധാനവും സന്തോഷവും ഇവിടെ വന്നിട്ട് ലഭിച്ചു. എൻ്റെ ജീവിതത്തിലെ അനുഗ്രഹങ്ങൾ കണ്ട് ഞങ്ങളുടെ ദേശത്തു നിന്ന് ഒരുപാട് പേരെ ഇവിടെ കൂട്ടിക്കൊണ്ടുവരുവാൻ എന്നെ യേശു അനുഗ്രഹിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ സ്നേഹത്തിന് ജാതിയോ മതമോ വർഗമോ വർണ്ണമോ ഒന്നുമില്ല. നീ ദുഷ്ടനോ പാപിയോ ആണെന്നൊന്നും ദൈവം നോക്കുന്നില്ല. ഒരപ്പനും അമ്മയ്ക്കും 5-6 മക്കളുണ്ടെങ്കിൽ നടന്നു പോകുമ്പോൾ ഒരു കൊച്ചൊരു വൃത്തികെട്ട കാനയിലേക്ക് വീണാൽ ഏതെങ്കിലും അപ്പനും അമ്മയെ പറയുമോ, എൻ്റെ കൊച്ച് അവിടെ കിടന്നോട്ടെ, എനിക്ക് ബാക്കി 5-6 പേരും കൂടെ ഉണ്ടല്ലോ എന്ന് നിങ്ങളാണേ പറയുമോ? പറയില്ല പ്രിയപ്പെട്ടവരെ. ദൈവം സ്നേഹമാണ്. പ്രൈസ് ദി ലോർഡ്. എൻ്റെ പേര് ഏഞ്ചൽ. ഞാൻ എറണാകുളത്ത് നിന്നാണ് വരുന്നത്. ഞാൻ വില്ലാത്തരേസ് CSST കോൺഗ്രേഷനിൽ നിന്നാണ്. ഞാൻ ഫസ്റ്റ് ടൈമാണ് ധ്യാനം കൂടുന്നത്. കൂടുതൽ ആത്മീയമായിട്ട് വളരാനായിട്ട് സാധിച്ചു. നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ, ധാരാളം സമയം കിട്ടുമെന്നുള്ളത് വേറെ കാര്യം, നിങ്ങൾ ഇന്ന് വായിച്ചിരിക്കേണ്ട ഒരു സുവിശേഷമുണ്ട്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം. അത് ഫുള്ളായിട്ട് വായിച്ചു. അത് പറയുന്നതിനേക്കാളും എത്രയോ ആഴത്തിൽ അനുതാപത്തെക്കുറിച്ചും മാനസാന്തരത്തെക്കുറിച്ചും മടങ്ങിവരവിനെക്കുറിച്ചും ഒക്കെ വളരെ വിശുദ്ധിയോട് അതിലിങ്ങനെ വർണ്ണിച്ചിട്ടുണ്ട്. പറഞ്ഞാലാരും വിശ്വസിക്കാത്ത പ്രവൃത്തിയൊന്ന് ദൈവം ചെയ്യാൻ പോകും. കേട്ടാലാരും സമ്മതിക്കാത്ത പ്രവൃത്തിയൊന്ന് നാഥൻ ചെയ്യാൻ പോകുന്നു. കൊച്ചാലിൽ നിന്നാണ്. എൻ്റെ ഭാര്യയുടെ പേര് ബേബി. മകളുണ്ട് സേറ. ഒരു മകനുണ്ട്, മകൻ വന്നിട്ടില്ല. ഞാനും 2 പിള്ളേരും കൂടി 3 വർഷം മുമ്പ് ഇവിടെ ധ്യാനത്തിന് വന്നിരുന്നു. അതിനുശേഷം ഞങ്ങൾ വിദേശത്ത് പോയി. ഞങ്ങൾക്ക് ലഭിച്ച അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാൻ വേണ്ടി ഞങ്ങൾ വന്നതാണ്.
അപ്പം എല്ലാ നന്ന ദൈവത്തിന് ഞങ്ങൾ ഒരുപാട് നന്ദി പറയുന്നു. ആത്മാവിൽ വീണ്ടും ജനിക്കും. അതുകൊണ്ട് 1 പത്രോസ് 1:23 പറയുന്നുണ്ട്, നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നത് നശ്വരമായ ബീജത്താലല്ല, അനശ്വരമായ ബീജത്താലാണ്. അത് സജീവവും സനാതനവുമായ ദൈവവചനത്തിൽ നിന്ന്. കൈയടിച്ച് കർത്താവിന് മഹത്വം കൊടുക്കാം. വചനത്തിലൂടെയാണ് വീണ്ടും ജനിക്കണേ. നമ്മൾ മാതാവിൻ്റെ ഉദരത്തിൽ ഒന്ന് ജനിച്ചു. ഈശോ പറഞ്ഞ സിക്കേതൻ നീ ഒന്നുകൂടെ ജനിക്കണം. അതെങ്ങനെയാ നമ്മളെ ജനിപ്പിച്ചു ഈശോ? എങ്ങനെയാ? വചനത്തിലൂടെ. എൻ്റെ പേര് സിസ്റ്റർ ആൽഫി. ഞാൻ FCC കോൺഗ്രിഗേഷനിൽ നിന്നാണ്. ഞാൻ പഞ്ചാബിൽ നിന്ന് വരുന്നു. ഇവിടെ പാലായിലാണിപ്പം. ഞാനിവിടെ ജർമ്മൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഇവിടെ വന്നപ്പം ഒരുമാതിരി നല്ലൊരു വിഷമങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ ധ്യാനം കൂടിയ സമയത്ത് തന്നെ ഒത്തിരി സമാധാനം കിട്ടി, ഒത്തിരി സന്തോഷം കിട്ടി. പിന്നെ ഒത്തിരി ഇങ്ങനെ വിഷമിച്ചിരുന്നത് കൊണ്ട് സന്തോഷം വരാൻ സാധിച്ചു. പിന്നെ പരിശുദ്ധാത്മാവിൽ കൂടുതലായിട്ട് അഭിഷേകം കിട്ടി. പിന്നെ ഈശോയുമായിട്ടുള്ള എൻ്റെ കൂടുതൽ ബന്ധം പുനഃസ്ഥാപിച്ചു. പിന്നെ അതുപോലെ തന്നെ ബൈബിളിനോടുള്ള കൂടുതൽ എക്സ്പീരിയൻസുകൾ കിട്ടാൻ സാധിച്ചു. എൻ്റെ യേശുവും ഞാനും മാത്രം, മറ്റൊരു സ്ഥലത്തേക്കും എൻ്റെ ചിന്ത പോകാതിരിക്കട്ടെ. അന്യദേശത്ത് 1000 ദിനങ്ങളെക്കാൾ ശ്രേഷ്ഠമാണ് കർത്താവിൻ്റെ സന്നിധിയിലെ ഒരു ദിവസം. 1000 നിമിഷങ്ങളെക്കാൾ വലുതാണ് ഈ നിമിഷം. ഇത് രൂപാന്തരീകരണത്തിൻ്റെ നിമിഷങ്ങളാണ്. ഇതെൻ്റെ ജീവിതത്തിൻ്റെ വഴിത്തിരിവാണ്. അവനെന്നെ തൊടുന്ന സമയമാണ്. കർത്താവേ, നീ എന്നെ തൊടണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനായിത്തീരും. മർക്കോസ് 1:46 യേശു കടന്നു പോകുമ്പോൾ ശരീരം മുഴുവൻ വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞ ഒരു കുഷ്ഠരോഗി ഇരിപ്പുണ്ടായിരുന്നു. അവൻ യേശുവിനെ കണ്ടപ്പോൾ ഉച്ചത്തിൽ നിലവിളിച്ചു, ദാവീദിന്റെ പുത്രാ യേശുവേ, എന്നിൽ കനിയണമേ. യേശുവിൻ്റെ മനസ്സലിഞ്ഞ് അവൻ്റെ അടുത്തു വന്നു. തൻ്റെ കരങ്ങൾ അവൻ്റെ വ്രണങ്ങളിൽ തൊട്ടു. ആ നിമിഷം അവൻ്റെ കുഷ്ഠം വിട്ടുമാറി. കർത്താവേ, നീ എന്നെ സുഖപ്പെടുത്തണമേ, ഞാൻ സൗഖ്യമുള്ളവനാകും. മാലാഖമാരോട് ചേർന്ന് ഇഷ്ടമുള്ള സ്വരങ്ങളിൽ, ഇഷ്ടമുള്ള ഭാഷകളിൽ എല്ലാവരും സ്തുതിച്ചോ. ആശാവരത്തിൽ സ്തുതിക്കാം. സ്വർഗം തുറക്കപ്പെടട്ടെ. കർത്താവേ, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ നിന്റെ നാമത്തിൽ ഞങ്ങളുടെ മധ്യേ നീ പ്രകടമാക്കണമേ. തീരാവ്യാധികളെല്ലാം വിട്ടുപോകട്ടെ. സ്വർഗീയ കൃപയിൽ, സ്വർഗീയ അനുഭവത്തിൽ ഞങ്ങളെ നയിക്കണമേ. ഈശോയിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞ സഹോദരീ സഹോദരന്മാരെ, എഫേസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 22-ാം തിരുവചനം പറയുന്നത്, നിങ്ങളുടെ പഴയ ജീവിത രീതിയിൽ നിന്ന് രൂപം കൊണ്ട വഞ്ചന നിറഞ്ഞ ആസക്തികളാൽ കലുഷിതമായ പഴയ മനുഷ്യനെ നിങ്ങൾ ദൂരെ എറിവിൻ. ഈ ആഴ്ചയിലെ ധ്യാനം ഓരോ തിരുവചനത്തിലൂടെയും നമ്മുടെ ഉള്ളിലേക്ക് ഇന്നലകളിൽ ഏതെല്ലാം വിധത്തിലുള്ള പഴയ മനുഷ്യൻ്റെ, പാപം നിറഞ്ഞ മനുഷ്യൻ്റെ, സ്വാർത്ഥം നിറഞ്ഞ മനുഷ്യൻ്റെ, അഹങ്കാരം നിറഞ്ഞ മനുഷ്യൻ്റെ ചെയ്തികളുണ്ടായിരുന്നോ, മനോഭാവം ഉണ്ടായിരുന്നോ, അതെല്ലാം ഈ ആഴ്ചയിലെ ധ്യാനത്തിലൂടെ പൂർണ്ണമായിട്ടും ഉരിഞ്ഞു മാറ്റി ഒരു പുതിയ ദൈവാനുഭവം നമുക്ക് ഓരോരുത്തർക്കും ഈ ധ്യാനത്തിലൂടെ കർത്താവ് തന്നിരിക്കുകയാണ്. ഈ ദൈവാനുഭവത്താൽ നിറഞ്ഞ നമ്മൾ ഓരോരുത്തരും ധ്യാനം കഴിഞ്ഞ് ഭവനങ്ങളിലേക്ക് പോയാൽ നമ്മുടെ ജീവിതം, നമ്മുടെ കുടുംബം സന്തോഷത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കുടുംബമായി മാറണം. അതുപോലെ ജീവിതത്തിൽ പലവിധത്തിലുള്ള തകർച്ചകളും നഷ്ടങ്ങളും പരാജയങ്ങളുമായിട്ട് കഴിയുന്ന അനേകം വ്യക്തികൾ നമ്മുടെ ചുറ്റുമുണ്ട്.
നമ്മൾ ഓരോ ദിവസവും കണ്ടുമുട്ടുന്നുണ്ട്. അവരെല്ലാവരെയും ഇനിയുള്ള ഓരോ ആഴ്ചയിലും നിങ്ങളുടെ നല്ല ജീവിത പ്രവൃത്തിയിലൂടെ ആ പുതിയ മനുഷ്യന്റെ ദൈവിക സ്വഭാവം അത് അനേകർക്ക് കൊടുക്കാനും സ്വീകരിക്കാനും തക്ക വിധത്തിലുള്ള ഒരു ചൈതന്യം നിങ്ങളിൽ നിറയണം. അനേകരെ ഓരോ ആഴ്ചയിലും ജീവിത സാക്ഷ്യത്തിലൂടെ ഡിവൈൻ ധ്യാന കേന്ദ്രത്തിലേക്ക് ധ്യാനിക്കാനായിട്ട് പറഞ്ഞു വിടണം. നിങ്ങൾക്കറിയാം, എല്ലാ ആഴ്ചയിലും ഡിവൈൻ ധ്യാന കേന്ദ്രത്തിൽ ധ്യാനമുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വളരെ ഉറപ്പായിട്ട് ഓരോ ആഴ്ചയിലും ഞായറാഴ്ച മുതൽ വെള്ളിയാഴ്ച വരെയുള്ള ഓരോ ആഴ്ചയിലും ധ്യാനത്തിലേക്ക് അനേകരെ പറഞ്ഞു വിടാനായിട്ട് ദൈവം വഴിയൊരുക്കട്ടെ. അതിനുവേണ്ടി പ്രത്യേകമായിട്ട് നിങ്ങൾക്ക് ഓരോരുത്തർ പ്രവർത്തിക്കാനായിട്ട് സാധിക്കട്ടെ. ദൈവത്തിന്റെ സമൃദ്ധമായിട്ടുള്ള അനുഗ്രഹം ഇനിയുള്ള ജീവിത നാളുകളിൽ മുഴുവൻ കർത്താവ് നിങ്ങൾക്ക് നൽകി സന്തോഷത്തോടെ ജീവിക്കാൻ ദൈവം നിങ്ങളെ സഹായിക്കും. പ്രൈസ് ദി ലോർഡ്. ആമേൻ.